ഷെട്ടിയുടെ കഥാപാത്രം ഒരു മന്ത്രവാദി കയറി വരുന്നത്. ആ ക്യാരക്ടർ പിന്നീട് അങ്ങോട്ടേക്ക് അയാൾ വരുന്ന എല്ലാ സീനിലും അയാൾ സ്കോർ ചെയ്യും. ഒരു കിഡിലുമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അളിയൻ വരുമ്പോൾ അളിയന് സ്കോർ ചെയ്യും, ഈ സാമി വരുന്നിടത്തുള്ള സാമി നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ, അതായത് ഈ കാന്താര, അതുപോലെ തന്നെ ഉളിതു കണ്ടവരെ എന്നിട്ടൊരു സിനിമ ഉണ്ട് കേട്ടോ, രക്ഷിത് ഷെട്ടിയുടെ. അതുപോലെ തന്നെ രാജ് ബി ഷെട്ടിയുടെ തന്നെ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗരുഡ ഗമന. അപ്പോൾ ഈ സിനിമകളുടെ എല്ലാം പാറ്റേണിലേക്ക് കയറ്റാൻ പറ്റിയ ഒരു നെക്സ്റ്റ് എൻട്രി ആണ് ഈ സൂ ഫ്രം സോ എന്നുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള കുഞ്ഞി പടങ്ങൾ ഏറ്റവും നല്ല ടെക്നിക്കൽ പെർഫെക്ഷനിലൂടെ എന്നാൽ നല്ല ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിന്റെ ബലത്തിൽ അവതരിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു പടങ്ങളുണ്ട്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. കാന്താരയുടെ ഇമ്പാക്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഉളിത് കണ്ടവരെ എനിക്ക് തോന്നുന്നു അത്ര അധികം പേരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ കണ്ടു നോക്കുക, കിടിലം പടമാണ്. അതുപോലെ തന്നെ ഗരുഡഗമനം എടുത്തു കഴിഞ്ഞാലും ചെറിയ പ്ലോട്ട്, നമുക്ക് പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെ വലിയ ഹൈപ്പുള്ള പടങ്ങളൊന്നുമല്ല, കുഞ്ഞി പടങ്ങളാണ്. പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. ഈ പടവും ഏകദേശം അങ്ങനെ തന്നെയാണ് കേട്ടോ. കുഞ്ഞി പടമാണ്, പക്ഷെ നല്ല രസമാണ്. ഫുൾ ഫണ്ണായിട്ട് നമുക്ക് ചിരിച്ചിരുന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു ജോണർ കൂടിയാണ് ഈ കോമഡി എന്നുള്ളത്. അതിൽ തന്നെ ഹൊറർ കോമഡി എന്ന് വെച്ചാൽ ഒട്ടുമില്ല. ഇപ്പോൾ വരുന്ന ഈ ഹിന്ദി പടങ്ങളിലെ തന്നെ ഹൊറർ കോമഡി എന്നെല്ലാം വെച്ചാൽ വല്ലാണ്ട് ദുരന്തങ്ങളാണ്. മലയാളത്തിലും ഇപ്പോൾ അങ്ങനെ ഹൊറർ കോമഡി എന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ ഏറ്റവും അവസാനം ഈ ഇതില്ലേ, എന്താണ് കണ്ടത്, രോമാഞ്ചം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഹൊറർ കോമഡി എന്ന് പറയാൻ വേണ്ടി പറ്റിയ സാധനങ്ങളൊന്നുമില്ല. അടികപ്പേരെ കൂട്ടമണി, അതുപോലെ തന്നെ രോമാഞ്ചം കഴിഞ്ഞാൽ പിന്നെ ഹൊറർ കോമഡിയിൽ മലയാളത്തിൽ അങ്ങനെ വലിയ ചിരിപ്പിച്ച സിനിമകളൊന്നുമില്ല. ചിരി തന്നെ നമുക്ക് വളരെ കുറവാണ്. അപ്പോഴാണ് കന്നഡ, ദക്ഷിണ കന്നഡയിൽ നിന്ന് ഇങ്ങനൊരു സിനിമ വന്നിട്ട് നല്ല അഭിപ്രായം ഉണ്ടാക്കുന്നത്. നല്ല രസമായിരുന്നു. കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. JP തന്നെയാണ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് ചന്ദ്രശേഖരനാണ്. നല്ല വർക്കാണ്. അതായത് ശരിക്കും ഞങ്ങളുടെ ഈ ഒരു ജോഗ്രഫിയെല്ലാം അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എക്സാക്ട്ലി ലൈക്ക് കേരളത്തിൻ്റെ കാസർഗോഡിൻ്റെ ജോഗ്രഫി പോലെ തന്നെയാണ് കേട്ടോ ഈ പടത്തിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ. അതുപോലെ തന്നെ എഡിറ്റർ നിതിൻ ഷെട്ടിയാണ്. 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, സുമേതും അതുപോലെ തന്നെ സന്ദീപും. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലെ ആക്ഷൻ സീക്വൻസുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം മീശയുടെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, സൂ ഫ്രം സോയിലെ ആക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഭാഗത്ത് ഈ ആക്ഷൻ്റെ ഇത് വരുന്നുള്ളൂ, പക്ഷേ ഹെവി ആയി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അവിടെ പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള അയാളുടെ ആർട്ടിസ്റ്റിൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം മൊത്തത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട ഒരു നല്ല പടം. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ കയറി കണ്ട പടമാണ്. ചെറിയൊരു പടമാണ്, ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷെ നല്ല കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോവാം, നമ്മുടെ സമയം വേസ്റ്റ് ആയില്ല എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. ഒരു നല്ല സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടും. നല്ല പടം, ഒരിക്കലെങ്കിലും കണ്ടിരിക്കുക. ഹെവി ആയിട്ടുള്ള പടമാണ്. മീൻസ് കുഞ്ഞി പടം, പക്ഷെ കണ്ടു കഴിയുമ്പോൾ